സഭാപതി വേണു ഗാന്ധിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് വീണ്ടും ഒരു പോരാട്ടത്തിനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടോ എന്ന സംശയം ഉയർന്നു വരികയാണ്. ബി.ജെ.പിയെ അങ്ങനെ കണ്ട് നേരിടാൻ കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്ക് കഴിയുമോ എന്ന സംശയം സഖ്യകക്ഷികളിൽ പോലും പലർക്കുമുണ്ട്. മമതാ ബാനർജിയെ നേതൃത്വത്തെ രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഒരിടത്ത് ശക്തമാണ്. ഇതൊക്കെ ഈ വിവാദങ്ങളിൽ ചുരുങ്ങി തീരുന്ന ഒരു സമ്മേളനമായി മാറുമോ, അതോ കുറെ കൂടി കാര്യക്ഷമമായി കരുത്തുറ്റൊരു പദ്ധതി ആവിഷ്കരിക്കാൻ തിരിച്ചു വരുന്നു കോൺഗ്രസ് എന്നീ നാടിനെ കുറെ കൂടെ ബോധ്യപ്പെടുത്താൻ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സമ്മേളനം കഴിയുമ്പോൾ സംഘടനയ്ക്കാകുമോ? ബി.ജെ.പിയെ കുരുക്കുക എന്നതിനേക്കാൾ ഉപരിയായി ബി.ജെ.പിയെ ചെറുക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി ഈ സമ്മേളനത്തോടു കൂടി കോൺഗ്രസ് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബഹുമാന്യായ മുൻ എം പി കൂടിയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തെയും ഞാൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിനോട് നടത്തിയ വിമർശനങ്ങളെയൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 1924 മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ ആ കാലഘട്ടം ഞാനൊന്ന് വളരെ ചുരുക്കമായിട്ട് പറയാൻ പോവുകയാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കോൺഗ്രസ് നിന്ന് ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വ രംഗത്തേക്ക് വരുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ ഇന്ത്യക്ക് മേൽ വല്ലാതെ വന്ന ഒരു കാലഘട്ടം. 1919 ഏപ്രിൽ മാസം 13 ജാലിയൻ വാലാബാഗ് സംഭവവും അതിനുശേഷം പഞ്ചാബിൽ നടന്ന അതിഭയാനകമായ, അതായത് പറഞ്ഞാൽ വിവരണാതീതമായ ക്രൂരതകൾ, ഒരുപക്ഷെ നാസി തടവറകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ക്രൂരതകൾ അരങ്ങേറിയ ഒരു കാലഘട്ടം. അപ്പോൾ ഗാന്ധിജി കോൺഗ്രസിന്റെ നേതൃത്വ രംഗത്തേക്ക് വന്ന് ചമ്പാരനിലെ സമരം, അതിനുശേഷം നിസ്സഹകരണ സമരം, ഇതൊക്കെ അദ്ദേഹം നടപ്പിലാക്കി. അത് വിജയിക്കുമോ എന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിലെ പ്രമുഖരായ രണ്ട് പ്രമുഖർ, ശ്രീ സി.ആർ. ദാസും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, അവർ കോൺഗ്രസ് വിട്ട് സ്വരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച ഒരു ഘട്ടം. 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ ഈ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു റാലിക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ ആക്രമണം ഉണ്ടാവുകയും അക്രമകാരികൾ ചൗരി ചൗര പോലീസ് സ്റ്റേഷനിൽ തീവെച്ച് 22 പോലീസ് ഉദ്യോഗസ്ഥർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥരും 5 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം 22 പേർ കൊല്ലപ്പെട്ട സംഭവം ചൗരി ചൗര. അപ്പൊ അതോടുകൂടി ഗാന്ധിജി ഈ നിസ്സഹകരണ സമരം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അപ്പൊ 100 മൈൽ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ, എന്ന് പറഞ്ഞാൽ സമരം രാജ്യം മുഴുവൻ കത്തിജ്വലിച്ച് ഈ നിയമലംഘന സമരവും നിസ്സഹകരണ സമരവും ഒക്കെ അതിന്റെ ഒരു മൂർധന്യ ഘട്ടത്തിലേക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഗാന്ധിജി പെട്ടെന്ന് ഈ സമരം നിർത്തിവെച്ചു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 22, 23 എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ കഴിയും എന്ന ആർക്കും എന്താ പറഞ്ഞ ഒരു ഇത് പദ്ധതികളോ പ്ലാനിങ്ങുകളോ ഇല്ലാതെ, കോൺഗ്രസ് ഇങ്ങനെ നിരന്തരമായി സമരം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എങ്ങനെ ഈ സമരത്തെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, ഈ നിസ്സഹകരണ സമരം വിജയിക്കുമോ എന്ന് കോൺഗ്രസിനകത്തെ തന്നെ പ്രബലരായ ആളുകൾ സംശയിച്ച ഒരു കാലഘട്ടം. ഇനിയിപ്പോ ഈ 24 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ വൈക്കം സത്യാഗ്രഹം ഒക്കെ അത് നമുക്ക് ഇവിടുത്തെ കാര്യമാണ്. ഗാന്ധിജി ആദ്യമായി തന്റെ പത്രത്തിൽ, അതായത് യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹം ലേഖനം എഴുതുന്നു, വി വാണ്ട് ഫുൾ ഫ്രീഡം, ഞങ്ങൾ പൂർണ്ണ സ്വരാജ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയതിന്റെ പേരിൽ ഗാന്ധിജിയെ എന്താ പറഞ്ഞ ഈ നിയമലംഘനത്തിന് 124A എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പിനെ കുറിച്ച് ഗാന്ധിജി തന്നെ പറയുന്നത് കരിനിയമങ്ങളുടെ രാജകുമാരൻ എന്നാണ്. ആ നിയമപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റിസ് ബ്രൂംഫീൽഡ് എന്ന് പറയുന്ന ജഡ്ജിക്ക് മുമ്പിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നു. കുറ്റപത്രം വായിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ കുറ്റം ചെയ്തതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറ്റം ചെയ്തതാണ്, എന്റെ രാജ്യത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ളത് അതെന്റെ അവകാശമാണ്. 6 വർഷത്തേക്ക് ഗാന്ധിജിയെ ശിക്ഷിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് ആർക്കും അറിയാൻ മേലാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബൽഗാവിൽ അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ സ്വീകരിച്ച മാർഗമാണ് അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമരമാർഗത്തിലൂടെ മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം വിജയിക്കൂ എന്ന് തന്റെ അണികളെ മാത്രമല്ല സമസ്ത ഇന്ത്യക്കാരെയും ബോധ്യപ്പെടുത്തുവാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞ ഒരു സമ്മേളനം എന്നുള്ളതാണ് 1924
ബൽഗാം സമ്മേളനത്തിന്റെ ഒരു ദേശീയ പ്രാധാന്യം അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യം എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ന് അദ്ദേഹം ദേശീയ നേതൃത്വത്തിലേക്ക് സേനാപതി വേണു ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ആ ജ്വലിക്കുന്ന ഓർമ്മകളൊക്കെ കോൺഗ്രസ് എടുത്തു പറയുമ്പോഴും മറുപക്ഷം ഉന്നയിക്കുന്നത് അതിനുശേഷമുണ്ടായ വർഗീയ സംഘർഷങ്ങളുടെയും പാകിസ്ഥാൻ വിഭജനത്തിൻ്റെയും ഒക്കെ ഒരു കാലമാണ്. ഇപ്പോഴും ആ ചർച്ചയിലേക്കാണ് കാര്യങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ബാനറുകളിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗം പാകിസ്ഥാനിലാണ് എന്ന തരത്തിലുള്ള മാപ്പ് അവിടെ വന്നു. ഇതൊരു പ്രീണനത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗങ്ങൾ ചൈനയിലും പാകിസ്ഥാനിലുമാണെന്ന തരത്തിൽ കോൺഗ്രസ് സമ്മതിക്കുന്നതിൻ്റെ തെളിവാണ്, അതൊരു രാജ്യവിരുദ്ധ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപം വരികയാണ്. അത്തരം വിവാദങ്ങളിലേക്ക് ഇതിനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായും പ്രതിരോധിക്കാൻ എന്തുണ്ട് മാർഗം? DK ശിവകുമാർ പറയുന്നു ഇത് തൈരിൽ ഒരു ചെറിയ കല്ല് കിട്ടി. അങ്ങനെ ഒരു ചെറിയ കല്ലാണോ ഭാരതത്തിൻ്റെ ഭൂപടം തെറ്റായി ഇതുപോലെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയതയുടെയും ഒക്കെ വലിയ ജ്വലിക്കുന്ന ഓർമ്മകൾ മുന്നിൽ വെച്ചുകൊണ്ടൊരു യോഗം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഇതൊരു ചെറിയ തൈരിലെ കല്ല് മാത്രമാണോ? ഒരു കാര്യം, ഇപ്പോ നമ്മൾ 100 വർഷം മുമ്പുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നേ ഉള്ളൂ, ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ ചരിത്ര സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകളുടെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ ഭരിച്ചു മടുത്തതുകൊണ്ട് അവരങ്ങ് ഇട്ടിട്ട് പോയത് എന്നുള്ള രീതിയിലാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുന്ന ആ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുമ്പോഴും ബ്രിട്ടീഷുകാരൻ അന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ മുഴുവൻ നാട്ടുരാജ്യങ്ങളെ സ്വതന്ത്രമാക്കിയിട്ട് പോകാമെന്ന്. എന്നാ പഴയതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് 16 പ്രവിശ്യകളായിട്ട് ഇന്ത്യയെ വിഭജിക്കണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 200-210 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരൻ തിരിച്ചു പോകുമ്പോൾ, സദാം ഹുസൈൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ എണ്ണക്കിണർ മുഴുവൻ കത്തിച്ചത് കുവൈറ്റ് ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന വിശ്വാസത്തിലാണ്. ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ അവൻ ആഗ്രഹിച്ചത് ഇതിനെ 50 കഷ്ണമെങ്കിൽ 50, 100 കഷ്ണമെങ്കിൽ 100, ഒരിക്കലും ഇത് രക്ഷപ്പെടില്ലാത്ത രീതിയിൽ പഴയ പ്രാകൃത ഗോത്രവർഗ സംസ്കാരത്തിലേക്ക് ഇതിനെ മാറ്റണം. ഇത് ഒരിക്കലും നന്നാകരുത്. 25 കൊല്ലം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതാകും എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടനിലെ പാർലമെന്റിൽ പ്രസംഗിച്ചത്. നമ്മൾ ഈ രാജ്യം രണ്ടായി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ട് രണ്ടായതല്ലല്ലോ. 2ാം ലോകമഹായുദ്ധവും 1ാം ലോകമഹായുദ്ധവും ഒക്കെ രാജ്യത്ത് നടന്ന് കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടത് നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണ്? അത് ചരിത്രത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഒരു ചരിത്ര ദുരന്തം ലോകത്ത് സംഭവിച്ചിട്ടുള്ള 10 ചരിത്ര ദുരന്തങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ വിഭജനമായിട്ട് പറയുന്നു. ആ വിഭജനത്തിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഈ രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ ഇതിനെ നന്നാക്കാനുള്ള ഉദ്ദേശത്തിലല്ല, ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ആ നശിപ്പിക്കലിന്റെ ഭാഗമായി അവർ പാകിയ വിത്ത് അത് മുളച്ചു, ആ വിത്തിൽ നിന്നുണ്ടായി എന്നുള്ള കാര്യം തർക്കമില്ല. അതിന്റെ സമ്പൂർണമായ ഉത്തരവാദികൾ ഇവിടെ അധിനിവേശം നടത്തി ഈ രാജ്യത്തെ ഭരിച്ച് ഈ രാജ്യം കൊള്ളയടിച്ചു പോയ ആളുകൾ, ഇവിടെ ഉയർന്ന ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇവിടം വിട്ടുപോകേണ്ടി വന്നപ്പോ നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ അവർ നടത്തിയ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. CB സത്യൻ,